പറഞ്ഞ പനി കഴിഞ്ഞിട്ട് ഇപ്പോൾ കോവിഡ് വന്നൊരു ഉള്ളവർക്ക് വീണ്ടും അടുത്തൊരു ഫീവർ, മേ ബി കോവിഡ് എപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഒരു കോവിഡ് തന്നെയാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറൽ ഫീവർ ആയാലും അത് കഴിഞ്ഞുള്ള അതിൻ്റെ കൺവാലസെൻറ്റ്, അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന പീരീഡിൽ സ്ലോ ആയിട്ട് ജിം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ആൻഡ് സ്ലോലി ഗോ അപ്പ് ഓവർ എ പീരീഡ് ഓഫ് 2 to 3 weeks. അതല്ല പെട്ടെന്ന് സഡനായിട്ട് വീണ്ടും പോയി ഒരു പനിയൊക്കെ കഴിഞ്ഞ് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ഇതിനകത്ത് തന്നെ ഈ നമ്മൾ ഈ കണ്ടുവരുന്ന ജിമ്മിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിനകത്തൊരു കണക്ഷൻ? സഡൻ ഡെത്ത് യങ് ആൾക്കാരില്ല, അതും അതർവൈസ് ഫിസിക്കലി ആക്റ്റീവ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ചിലപ്പോൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ അസുഖമുണ്ട്. മസിൽസ് തിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഔട്ട്ഫ്ലോയിലുള്ള മസിൽ തിക്കാവുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു സഡനായിട്ട് ഗ്രേഡിയൻറ്റ് കൂടി ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് സഡനായിട്ട് ഹാർട്ടിൻ്റെ ഫിബ്രിലേഷൻ വന്ന് അറസ്റ്റ് അങ്ങനെ വരാം. എന്നുവെച്ചാൽ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയാണ് അതിലൊരു മെയിൻ ഇതായിട്ട്. പിന്നെ ഇത് നമുക്ക് ഈ ഹാർട്ടിന് പണ്ടും ഉണ്ട്, നമ്മൾ കൊച്ചിലൊക്കെ ആയിട്ടുള്ള ചില പെട്ടെന്ന് മരിച്ചു എന്ന് വെച്ചാൽ ഈ റൈറ്റ് വെൻട്രിക്കിളിന് ഒരു അബ്നോർമാലിറ്റി വന്നിട്ട് അതിൽ നിന്നൊരു എന്താണ് ഈ കറണ്ട് പോകുന്നതിന് അബ്നോർമൽ RV റൈറ്റ് വെൻട്രിക്കുലർ മയോപ്പതി ഉണ്ട്. അതിലും ഇതുപോലെ തന്നെ അരിത്മിയാസ് വരും. അല്ലെ ലോങ് ക്യൂറ്റി ECGയിലുള്ള നമ്മുടെ വേവ്സ് ഉണ്ട്, അതിലൊരു ലോങ് ക്യൂറ്റി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിലെല്ലാം നമുക്ക് സഡൻ ഡെത്തിന് ഓൾവേസ് റിസ്ക് ഉണ്ട്. മേ ബി നമ്മൾ ഒന്നും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഡേറ്റ കിട്ടുന്നതുകൊണ്ടുകൂടി ആയിരിക്കാം. ഓർ മേ ബി യങ്ങർ ജനറേഷൻ കുറച്ചുകൂടെ ഈ ജിമ്മും ബാക്കി പോകുന്നതോടൊന്നും രണ്ടുകൊണ്ടും ആകാം നമുക്കിത് കൂടുതൽ റിപ്പോർട്ടഡ് ആകും. പക്ഷേ അത് കോവിഡിന്റെ പ്രശ്നം കൊണ്ട് കോവിഡിന്റെ പ്രശ്നം കൊണ്ടാണ്. മറ്റേതും ഡെഫിനറ്റ്ലി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്നതെല്ലാം നേരത്തെ എക്സസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഈ പോസ്റ്റ് കോവിഡ് വരുന്ന ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കൂടുതൽ. അപ്പോൾ പോസ്റ്റ് കോവിഡിന് വരുന്നതിൻ്റെ ഞാൻ പറഞ്ഞ റീസൺസ് ഉണ്ടല്ലോ, എൻഡോത്തീലിയൽ ഇൻഫ്ലമേഷനും അങ്ങനത്തെ ഇതൊക്കെ കൊണ്ട് ഹാർട്ട് അറ്റാക്കിന് യങ്ങർ ജനറേഷനിൽ റിസ്ക് കൂടിയിട്ടുണ്ട്. സോ അതടുത്ത റീസൺ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സോഷ്യൽ അതർ ആക്ടിവിറ്റി, അതായത് ഒന്ന് ഫുഡ് ഹാബിറ്റിലുള്ള ചേഞ്ചസ്, നേരത്തെ പറഞ്ഞ വേറെ ഒരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുടുംബങ്ങളും ഫാമിലിയും നാട്ടിൻപുറത്തൊക്കെ അതെല്ലാം മാറിയിട്ട് ഒന്ന് എഡ്യൂക്കേഷൻ്റെ സ്ട്രെസ്, ഈ പറഞ്ഞതുപോലെ ഒരു എൻട്രൻസ് സ്ട്രെസ്സിനൊക്കെ പോകുമ്പോഴത്തേക്കും പിള്ളേർ എന്തുമാത്രമാണ് സ്ട്രെസ്ഡ് ആകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു വർക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ വർക്ക് എൻവയൺമെൻറ്റ് സ്ട്രെസ്സുകൾ. അപ്പോൾ ആ ഒരു സ്ട്രെസ്സും വർക്കില്ലായ്മയും, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന് ഉറക്കത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, ലേറ്റ് നൈറ്റ് ഗെയിമിങ്ങും അങ്ങനത്തെ ഇതൊക്കെ നിൽക്കും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മൾ കൂടുതൽ ഇതിലേക്ക്, അതായത് സ്ക്രീൻ ടൈം കൂടുന്തോറും നമ്മൾ മോർ സെഡൻറ്ററി ആകുകയാണ്. നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യത്തില്ല, നടക്കത്തില്ല, അങ്ങനെ ആ സെഡൻറ്ററി ലൈഫ് കൂടുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിന് ആഡഡ് ഫാക്ടേഴ്സ് ആകാം. ഈ 40% പറഞ്ഞല്ലോ, 50ക്ക് താഴെയുള്ളൂ. ഇതെല്ലാം ത്രോംബോസിസിൻ്റെ ഇൻഡ്യൂസ്ഡ് ആണോ കൂടുതലോ, അതോ ഈ കാൽസ്യം കൊളസ്ട്രോൾ ഡെപ്പോസിറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്? കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് പേഷ്യൻ്റ് ഞാൻ ബൈപ്പാസ് ചെയ്തത് 22 years ആണ്. അവൻ മർച്ചൻ്റ് നേവിയിൽ പഠിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ എവിടെയോ പുറത്ത് US വരെ അതിൻ്റെ കപ്പലിൽ കഴിഞ്ഞ ദിവസം മരുന്നിന് വേണ്ടിയിട്ട് തന്നെ അയച്ചിരുന്നു. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് യങ് പേഷ്യൻ്റാണ്, യങ്ങാണ്, ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നതാണ്, വളരെ ആക്റ്റീവാണ്, കൊച്ചു പയ്യൻ, ബെല്ലി ഫാറ്റ് ഒന്നുമില്ല, വേറെ ഒരു റിസ്ക് ഫാക്ടറും ഇല്ല. ബട്ട് ഹി ഡെവലപ്ഡ് ദിസ് തിങ്. അതിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അതിൽ ലോങ് സെഗ്മെൻറ്റ് ബ്ലോക്ക് ആയിരുന്നു ഉള്ളിലേക്ക്. സോ ജിം ഡെത്ത്സ് ഒഴിവാക്കാൻ ബേസിക്കലി ഒരുപാട് നമ്പേഴ്സ് കൂടി, നമ്മൾ പല റീസൺസും ഉണ്ട്. ഈ ഒഴിവാക്കുക അല്ലെങ്കിൽ എങ്ങനെ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ജിമ്മിൻ്റെ അകത്ത് ഒരു മെഡിക്കൽ ചെക്കപ്പ് നല്ലതാണ്. അതായത് ലോങ് ക്യൂറ്റി സിൻഡ്രോം, ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി, ഇങ്ങനത്തെ ഉള്ള സഡൻ ഡെത്ത് ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ECOയും ECG എടുത്താൽ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിവിയർ എക്സസൈസ്, ഈവൻ സ്പോർട്സിന് പോകുന്നവർ അല്ലെങ്കിൽ അത്ലറ്റ്സ്, ഈവൻ ഇത് ജിമ്മിൽ റെഗുലറായിട്ട് പോയി ഹെവി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിന് മുമ്പ് ഒരു ടെസ്റ്റ്, ഒരു കാർഡിയോളജി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, ഈ സ്മോക്കിംഗ് പണ്ടൊരു വലിയ റീസൺ ആയിരുന്നു.
ഹാർട്ട് ഡിസീസസ് വരാനായിട്ട്. ഓവർ ദ പീരീഡ് സ്മോക്കിംഗ് കുറഞ്ഞു എന്നാണ് പൊതുവേ നമ്മുടെ ഒരു അസസ്മെന്റ്. അതെ, അപ്പൊ അങ്ങനത്തെ കേസസും കുറഞ്ഞു കാണുമല്ലോ. സ്മോക്കിംഗ് കുറഞ്ഞു, പക്ഷെ കേസ് കുറഞ്ഞില്ല. അപ്പോൾ സ്മോക്കിംഗ് കൊണ്ട് മാത്രമല്ല, മേ ബി ആൽക്കഹോൾ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആർ പ്ലേയിങ്. ഈ സ്മോക്കിങ്ങിന് പകരമായിട്ട് വെയ്പ്പിംഗ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് സ്മോക്കിങ്ങിന് വിഡ്രോ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നിർത്താൻ പറ്റാതെ അതിൽ സ്റ്റക്ക് ആവുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഈ വെയ്പ്പിങ്ങും എങ്ങനെയാണ്? വെയ്പ്പിംഗ്, ഇ സിഗരറ്റ് എല്ലാം ആഡ്സ് ടു ദ റിസ്ക് ആണ്. അതാണ് ഒരു സെയിം റിസൾട്ട് ആണ്. അതെ, സെയിം അല്ല, പക്ഷെ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് എനിക്കറിയില്ല എക്സാക്ട്ലി. ബട്ട് വെയ്പ്പിംഗ് ആൻഡ് ആസ് വെൽ ആസ് ഈ സിഗരറ്റും ഇതിന് ആഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ, മുമ്പ് നമ്മൾ ഈ ഡയറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ എപ്പോഴും പറയും ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുക, അതല്ലെങ്കിൽ കൂടുതൽ മിനറൽസ്. ഇപ്പൊ അതിനകത്ത് ലിമിറ്റേഷൻസ് വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടറിന്റെ സംസാരിച്ചപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് ഇൻടേക്കും ലിമിറ്റ് ചെയ്യണം, അതേപോലെ പ്രോട്ടീൻ മാത്രമായിട്ടുള്ള ഒരു ഡയറ്റ് ആവെടുത്ത്, കാർബോഹൈഡ്രേറ്റ് കുറച്ച് വേണം. അപ്പം ഇതിന്റെ ഈ മെഷേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു 10 years 5 years. ആ ഒരു ചേഞ്ച് വരാൻ എന്താ കാരണം? നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് ഈ ബേസിക്കലി മെഡിക്കൽ സയൻസിൻ്റെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. ഒരു ഹാർട്ടിൻ്റെ റിസ്ക്, ഒരാൾക്ക് മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഫാക്ടേഴ്സ് അതിൽ വർക്കൗട്ട് ചെയ്യും. ഒന്ന് ജനറ്റിക് പ്രിഡിസ്പോസിഷൻ എന്തായാലും ഉണ്ടാവും, ഫാമിലിയുടേത്. പിന്നെ ഒരു കുഞ്ഞ് വയറ്റിലായിരിക്കുമ്പോൾ തൊട്ട്, അതായത് ഫീറ്റസ് ആകുമ്പോൾ തൊട്ട് കാർഡിയക് റിസ്ക് തുടങ്ങുകയാണ്. ഇപ്പോൾ അമ്മയുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ സ്ട്രെസ്സ്, അമ്മയുടെ ഉറക്കമില്ലായ്മ ആ കൊച്ചിനെ എഫക്റ്റ് ചെയ്യും. ഫീറ്റസ്, അത് ഓൾറെഡി പ്രൂവ്ഡ് കാര്യങ്ങളാണ്. പിന്നെ ജനിച്ചപ്പം തൊട്ടുള്ള ഇയാളുടെ ഫുഡ് ഹാബിറ്റ്, ജനിച്ചപ്പം തൊട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ്, ജനിച്ചപ്പം തൊട്ടുള്ള ഇതെല്ലാം നമ്മൾ ഇംപ്രിൻ്റായിട്ട് സ്ലോലി ഓവർ ടൈം ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, അതായത് ഈ പ്രഗ്നൻസി തൊട്ട് നമ്മൾ ജീവിച്ചിരുന്ന എൻവയോൺമെൻറ്റിലുള്ള എല്ലാ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്ത് ഓവർ ടൈം വരുന്ന ഒരു ടോട്ടാലിറ്റിയാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അതിൽ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എഫക്റ്റഡ് ആയാൽ സയൻറ്റിഫിക്കലി ഈ ഒരു ഫാക്ടർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞ് ഒരു സ്റ്റഡി നടത്തി പ്രൂവ് ചെയ്യണമെങ്കിൽ മില്യൺസ് ഓഫ് പോപ്പുലേഷൻസിനെ ഓവർ ലോങ് ടൈം സ്റ്റഡി ചെയ്താലേ നമുക്ക് 100% പ്രൂഫോടുകൂടി ഒരു ഔട്ട്കം വരുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത്, കുറേ ആൾക്കാരിങ്ങനെ ഇപ്പം ഏതെങ്കിലും ഡയറ്റ് പാറ്റേൺ വെച്ചിട്ട് 2 വർഷം 5 വർഷം 10 വർഷം മാക്സിമം റിസർച്ച് ചെയ്യും. എന്നിട്ട് പറയുമോ ഇത് നല്ലതാണ് അല്ലെ ഇത് ചീത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ റിസർച്ചും സയൻസും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ 5 വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങളല്ല ഇന്ന് സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ മൊത്തം ഈ ഒരുപാട് എക്സ്പോഷർ വരുന്നതനുസരിച്ച് ആളുകൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് ഫോളോ ചെയ്യണം എന്തെന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ആളുകളുടെ ഇടയിലുണ്ട്. അപ്പോൾ ചിലർ പറയുന്നത് നമ്മൾ ട്രഡീഷണൽ വിസ്ഡം എന്ന് പറഞ്ഞൊരു സംഭവം, നമ്മൾ പണ്ട് കാലാകാലങ്ങളായിട്ട് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ കുറച്ചൊരു നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒന്ന് മാറ്റം വരുത്തി ഫോളോ ചെയ്യുക എന്ന് പറയുന്നവരുണ്ട്. ചിലർ ഈ ഭയങ്കര എക്സ്ട്രീം ഇതിലേക്ക് പ്രോട്ടീൻ മാത്രം കഴിച്ച് ടോട്ടലി വേറൊരു ഡയറ്റിലേക്ക് പോകുന്നവരുണ്ട്. അതിൽ ഒത്തിരി ഇങ്ങനെ നമ്മൾ ഹെൽത്ത് അവെയർനെസ്, ഹെൽത്ത് കോൺഷ്യസ് ആവുകയും അങ്ങനെ ഇപ്പോൾ ഈ പ്രോട്ടീൻ മാത്രം കഴിച്ച് നമ്മൾ ടോട്ടലി ഒരു ഇത് പോവുകയും ചെയ്യും. അതുപോലെ വെയിറ്റ് നോക്കിപ്പോയി അവസാനം ഈ അനറക്സിയ നെർവോസ എന്നൊക്കെ പറഞ്ഞ് വേറൊരു തലത്തിലേക്ക് പോകുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ ആ ഒരു ഇതിലിപ്പം അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ തിങ്, നമ്മൾ അഷ്ടാംഗ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്ററ്റിക്സാണ് മുഴുവൻ. അത് എൻ്റയർ ഇന്ത്യയിൽ ഓരോ റീജിയൻ വൈസ് എന്ത് ഡയറ്റ് ഏത് കാലഘട്ടത്തിൽ ഏത് സമയത്ത് കഴിക്കണം എന്ന് വരെ അതിൽ പറയുന്നുണ്ട്. അത് ഓവർ ദി ഇയേഴ്സ് നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ കാര്യമാണ്. അപ്പോൾ അതിൽ യോഗയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും മോഡറേഷൻ പറയുന്നുണ്ട്. വാട്ട് എവർ വി ഡു എല്ലാം ചെയ്യാം, പക്ഷേ മോഡറേഷൻ. ഈ പറയുന്ന പോലെ അരവയർ കഴിക്കുക ഒക്കെ, പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്താണ് ഭക്ഷണം കഴിക്കാതിരിക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ കീറ്റോ ഡയറ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഇതെല്ലാം നമ്മുടെ ട്രഡീഷണൽ ഉണ്ടായിരുന്നതാണ് അല്ലേ. അപ്പം മേ ബി അന്നത്തെ ആൾക്കാർ ദേ വെർ റിയലി ഹെൽത്തി, ലൈഫ് എക്സ്പെക്റ്റൻസി ഇത്ര ഇല്ലായിരുന്നു, പക്ഷേ പല പ്രോബ്ലംസ് അതിലുണ്ടായിരുന്നു. ദാറ്റ് മേ ബി എ ഗുഡ് ഓൾട്ടർനേറ്റീവ്. പക്ഷേ ഇതിൽ 100% ഇതിങ്ങനെ ആകണം എന്ന് പറയാൻ ഇന്നൊരു സയൻറ്റിഫിക് എവിഡൻസിലും പറ്റത്തില്ലായിരിക്കണം. പക്ഷേ സോ വി ഹാവ് ടു ഹാവ് ഓവറോൾ പെർസെപ്ഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ആൻഡ് ഗോ ഹെഡ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാതെ ഈ എന്താണ് ഈ ഡയറ്റ് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ, ഇത് ഞാൻ കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരു ഒബ്സെഷൻസിലേക്ക് പോകുന്നതോളം ദാറ്റ് ആഡ്സ് ടു ദ സ്ട്രെസ്. അതിപ്പോൾ അതൊരു മോഡറേറ്റ് ഡയറ്റ്, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ ഹാപ്പി ലൈഫ്. മലയാളികൾ
കൂടുതൽ നേരിട്ട് തന്നെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്ന ഒരു പ്രവണതയാണ്. ഒരു കമ്മ്യൂണിറ്റി ഡോക്ടർ അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ MBBS ഉടനെ നേരെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഫിസിഷ്യനെ സ്വയം ചികിത്സിക്കുന്നത്, അത് നല്ലൊരു പ്രവണതയാണോ? അത് കൂടുതൽ ഈ ഹെൽത്ത് സെക്ടറിൽ കൂടുതൽ പ്രഷർ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വല്ലാണ്ട്. ഇപ്പോൾ ചെസ്റ്റ് പെയിൻ വന്ന ഉടനെ കാർഡിയോളജിസ്റ്റിനെ കാണുമെന്ന് പറഞ്ഞ് പോകുന്നത് ശരിയല്ല. ശരിക്കും നമ്മളുടെ ഇതാണ് GP ജനറൽ പ്രാക്ടീഷണറെ കണ്ടു അല്ലെങ്കിൽ പ്രൈമറി സെൻ്ററിൽ കണ്ട് റെഫർ ചെയ്ത് വന്നു കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാ ഹെൽത്ത് സിസ്റ്റേഴ്സിനും അതിൻ്റെ പ്രശ്നമുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം UK എൻ്റെ ബാച്ചിലുള്ള 10-25ഓളം പേര് UK വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ NHSൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GP കണ്ട് ഒരു കാർഡിയക് പ്രോബ്ലമാണ്, ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് അപ്പോയിൻറ്റ് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് കിട്ടുള്ളൂ. ഈവൻ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ മോളവിടെ കാർഡിയക് യൂണിവേഴ്സിലെ ഇതുണ്ട് MBBS സ്റ്റുഡൻറ്റ് വീണ് കാല് സ്പ്രെയിനായിട്ട് 24 hours കാഷ്വാലിറ്റി വെയിറ്റ് ചെയ്തിട്ട് ഷി ഡിഡ്ന്റ് ഗെറ്റ് ആൻ അപ്പോയിൻമെൻറ്റ്. സോ എല്ലാ സിസ്റ്റത്തിനും ഉണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒരു MRI സ്കാൻ എടുക്കണമെങ്കിൽ പുറത്ത് പല കൺട്രീസിലും 6 മാസം 1 വർഷം വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വി ഹാവ് ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ് ഫോർ ദി സിസ്റ്റം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞത് വെച്ചാൽ അത് മിസ്യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയി പോവാണ്. അല്ല, ഇതിൻ്റെ രാജേഷ് ചോദിച്ചതിൻ്റെ വേറൊരു സൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ വരുമ്പോൾ മേ ബി അത് ഗ്യാസ് കാരണം വരുന്ന ഒരുപാട് ചെസ്റ്റ് പെയിൻസ് ഉണ്ട്. പക്ഷെ റിയൽ കാർഡിയാക് ഇഷ്യൂ കാരണം വരുന്ന ചെസ്റ്റ് പെയിന് ഗ്യാസ് ആണെന്ന് വിചാരിച്ച് ഒരുപാട് മരണങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. ഈ ബേസിക് ചോദ്യമാണ് ഡോക്ടർ, ഈ ഗ്യാസ് കാരണം വരുന്ന ചെസ്റ്റ് പെയിനും അല്ലാതെ കാർഡിയാക് ഇഷ്യൂ കാരണം വരുന്ന ചെസ്റ്റ് പെയിൻ എന്താണ് ഒരു വ്യത്യാസം? ഒരു സാധാരണ ആളുകൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അല്ല, ഒരു ടിപ്പിക്കലായിട്ടുള്ള ഹാർട്ട് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ചെസ്റ്റിലോ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ വരാം, ഷോൾഡറിലേക്കും പുറത്തേക്കൊക്കെ വ്യാപിക്കും, വിയർപ്പുണ്ടാകും, ഛർദി ഉണ്ടാകാം, ഇതൊക്കെയാണ്. പക്ഷെ പലപ്പോഴും ഈ ടിപ്പിക്കൽ സിംറ്റംസ് വരണമെന്നില്ല ഒരാൾക്ക്. അപ്പോൾ ഇപ്പോൾ ഗ്യാസിനും ഇതുപോലെ തന്നെ വരാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഒരു ECG എങ്കിലും എടുത്ത് നോക്കുക, ഒരു ഡോക്ടറെ കാണുക. പിന്നെ ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചുള്ള പ്രശ്നമാണെങ്കിലും ഇപ്പോൾ ചെസ്റ്റ് പെയിൻ വന്നു കണ്ടു കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ളൊരു സിംറ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മസിൽ പെയിൻ കൊണ്ടുണ്ടാകാം, ഗ്യാസ് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ മേ ബി ഒരു വൈറൽ ഫീവറിന് തുടക്കത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. ഒരു ഈവൻ മോർ ഡേഞ്ചറസ് കണ്ടീഷൻ ഡയോഡിക് ഡിസെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒറ്റ പരിശോധന ചിലപ്പം കാണത്തില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് 2 hour കഴിഞ്ഞ് ECG എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു 1-2 പ്രാവശ്യം ECG ഒബ്സർവേഷൻ കഴിഞ്ഞ് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിംറ്റംസ് ടിപ്പിക്കൽ അല്ലാതെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഈ ഗ്യാസ് കാരണം വരുന്നതിന് ഒരിക്കലും ഒരു ഷോൾഡർ പെയിൻ അതൊന്നും വരാം. ഗ്യാസ് നമ്മൾ സ്റ്റൊമക്ക് ഫുള്ളായ ഗ്യാസ് ഇത് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഷോൾഡറിൽ റെഫേർഡ് പെയിൻ വരാം, ഡയഫ്രം ഇറിറ്റേഷൻ കൊണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് നോട്ട് എ വെരി ഈസി തിങ് ടു സേ. അതെ.